അയ്യങ്കുന്ന് ആറളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരിക്കോട്ടക്കരി വളയംകോട് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുരിതത്തിലായത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുരിതത്തിൽ. അയ്യങ്കുന്ന് ആറളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരിക്കോട്ടക്കരി വളയംകോട് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. കരിക്കോട്ടക്കരി മുതൽ വളയംകോട് വരെയുള്ള റോഡിന്റെ പല ഭാഗത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയുമായിരിക്കുകയാണ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ റോഡിന്റെ ഗതി തന്നെ മാറിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. കരിക്കോട്ടക്കരി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്ന വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കുമാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഭാരം കയറ്റിയ നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ്. കരിക്കോട്ടക്കരി ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള ഭാഗം അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ അധീനതയിലും പാലം മുതൽ വളയംകോട് വരെയുള്ള ഭാഗം ആറളം പഞ്ചായത്തിന്റെ അധീനതയിലുമുള്ള റോഡാണിത്. കുത്തനെയുള്ള ഇറക്കവും വളവും അതിനോടൊപ്പം റോഡ് പൊട്ടിപ്പൊളിഞ്ഞതും ആകുമ്പോൾ അപകട സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആറളം അയ്യങ്കുന്ന് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് കരിക്കോട്ടക്കരയിൽ നിന്ന് വളയംകോട് വരെ എത്തുന്ന ഈ റോഡ്. പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുവരെയായി അറ്റകുറ്റപ്പണി നടത്താൻ അധികാരികൾ തയ്യാറാകുന്നില്ല. അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഭാഗമായി വെമ്പുഴ വരെയുള്ള ഭാഗവും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന വളയംകോട് വരെയുള്ള ഭാഗവും അതിൻ്റെ ഈ റോഡിൻ്റെ പല ഭാഗവും ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ ദുർഘടമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത് അറ്റകുറ്റപ്പണി നടത്താൻ അധികാരികൾ തയ്യാറാകണം. രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്, ആറളം അയ്യങ്കുന്ന് പഞ്ചായത്തുകളെ. ഈ റോഡിനാണെങ്കിൽ കരിക്കോട്ടക്കരി ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കുമെല്ലാം നിരവധി ആളുകൾ കാൽനടയായും അതോടൊപ്പം തന്നെ വാഹനങ്ങളിലും യാത്ര ചെയ്യുന്ന റോഡാണ്. അതോടൊപ്പം തന്നെ ഈ പാതയോരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളും ഉപയോഗിക്കുന്ന ഈ റോഡ് എന്തായാലും അറ്റകുറ്റപ്പണി നടത്താൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവിടുത്തെ ആളുകൾ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കി യാത്രക്കാരുടെയും ഈ മേഖലയിലെ ജനങ്ങളുടെയും ദുരിതമകറ്റാൻ അധികാരികൾ തയ്യാറാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ വലിയ അപകടങ്ങളും മറ്റുമൊക്കെ മഴക്കാലങ്ങളിലെല്ലാം ഈ വെള്ളം കെട്ടിക്കിടന്ന കുഴിയിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ വീണ് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പയ്യാവൂരിനെ ഇളക്കിമറിച്ച് ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം. അതെ, ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം. ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശാലമായ കളക്ഷൻ, ഈസി EMI, മികച്ച ഗുണനിലവാരം, ആകർഷകമായ ഓഫറുകൾ, ഹൃദ്യമായ സർവീസ്, ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ്. ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ്, കാക്കത്തോട്, പയ്യാവൂർ.